രാത്രി നടിമാരുടെ വാതിൽ മുട്ടുന്ന പ്രമുഖ നടൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും എനിക്കും അറിയാൻ താല്പര്യമുണ്ട്. പക്ഷേ ഇവരാരും മിണ്ടുന്നില്ല. പ്രമുഖ നടൻ എന്നാണ് പറയുന്നത്. ഈ പ്രമുഖ നടൻ എന്ന് പറയുന്നത് നമുക്ക് ആലോചിച്ച് ആരെയും നമുക്ക് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. മോഹൻലാലിനെ വേണോ നോക്കാം, മമ്മൂട്ടി വേണോ നോക്കാം, സുരേഷ് ഗോപിയെ വേണോ നോക്കാം, ജയറാമിനെ വേണോ നോക്കാം. അതിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഫഹദ് ഫാസിലുണ്ട്, പൃഥ്വിരാജ് ഉണ്ട്, ദുൽഖർ സൽമാനുണ്ട്, ജയസൂര്യ ഉണ്ട്. അതിനും താഴേക്ക് വന്നു കഴിഞ്ഞാൽ വേറെയും പ്രമുഖ നടന്മാര് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലുണ്ട്, ബേസിലുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എത്രയോ ആൾക്കാർ, അതിനും താഴെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം അങ്ങനെയൊക്കെ നമ്മളൊരു റിപ്പോർട്ട് കൊടുക്കാൻ നേരത്ത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം പഠിച്ചതിന് ശേഷം ഒരു റിട്ടയർഡ് ജഡ്ജി, ഒരു കമ്മിറ്റിയൊക്കെ ആയിട്ട് അവർ റിപ്പോർട്ട് കൊടുക്കാൻ നേരത്ത് ഒന്നെങ്കിലും പേര്, ആർക്കാണ് പരാതി, ആർക്കെതിരെയാണ് പരാതി. കാരണം നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രിയൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സ്ത്രീകൾക്ക് നേരെ അതിക്രമം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സർക്കാർ ഇടപെടും. സ്ത്രീകൾക്ക് നേരെ അതിക്രമം ഉണ്ടായി എന്ന് തന്നെ ഇതിനകത്ത് പറയുന്നു. സ്ത്രീകളെ മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. സ്ത്രീകളെ അവസരങ്ങൾക്ക് വേണ്ടി ലൈംഗികമായി ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ വളരെ ഗുരുതരമായ രീതിയിലുള്ള ആരോപണമായിരുന്നു. ഞാൻ ഈ ആരോപണത്തെ ഒന്നും തള്ളുന്നില്ല. ഇതൊക്കെ നമ്മുടെ ഈ ഇൻഡസ്ട്രി, സിനിമാ മേഖലയിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ കമ്പനി, ഇപ്പം മോഹൻലാലിന്റെ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്, മമ്മൂട്ടിക്ക് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്, പൃഥ്വിരാജിന് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്, ദുൽഖറിന്, ഫഹദ് ഫാസിലിന്, മണിയമ്പിള്ള രാജുവിന്, അങ്ങനെയൊക്കെ ഉള്ള പ്രൊഡക്ഷൻ കമ്പനിക്ക് കീഴിലൊന്നും ഇങ്ങനെ സംഭവിക്കുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിനും താഴെ വേറെ കുറേ സിനിമകൾ എടുക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രമുഖ നടന്മാരുടെ ഒന്നും അല്ലാത്ത നിരവധി സിനിമകളൊക്കെ വന്നും പോകുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല. തിയേറ്റർ പോലും കാണാത്ത പല സിനിമകളും ഉണ്ട്. ഇതിലൊക്കെ പുതിയതായി വന്ന് അഭിനയിക്കുന്നവരുമൊക്കെ നമ്മൾ പലപ്പോഴും പല സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഇവിടൊക്കെയാണോ പ്രശ്നം വരുന്നത്? ഇതുകൂടി അറിയണം. ഇതെല്ലാം കൂടെ പ്രമുഖ നടന്മാരെന്നൊക്കെ എഴുതി വിടാൻ നേരത്ത് ഈ ആരോപണം എല്ലാവരിലേക്കും കൊടുക്കുന്നത് അത്ര ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഏതറ്റവും വരെ പോകുന്ന ഒരു സംസ്ഥാനമാണ്, സ്റ്റേറ്റാണ്, സർക്കാരാണ് ഉണ്ടെന്ന് പറയുമ്പോൾ 5 വർഷമായിട്ട് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ അവർ എഴുതി കൊടുത്തിട്ട് അവർ കംപ്ലൈന്റ് പറഞ്ഞിട്ട് അറ്റവും തലയില്ല എന്നുള്ള രീതിയിൽ ആർക്കെതിരെയാണ് കംപ്ലൈന്റ്? നിങ്ങൾ എത്ര വലിയ പ്രമുഖ നടനാണെന്നുണ്ടെങ്കിൽ പിടിച്ചകത്ത് ഇതുപോലുള്ള ആരോപണം ആർക്കെതിരെയാണ്? അന്വേഷണം നടത്തണം. അത് ജനങ്ങൾ അറിയണ്ടേ? ഇപ്പം സംസ്ഥാന സർക്കാർ ഖജനാവിലെ പണം എടുത്തിട്ട് ഒരു റിട്ടയർഡ് ജഡ്ജിയെ പിടിച്ചു വെച്ചിട്ട് അവര് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ട് ഈ റിപ്പോർട്ട് തന്നെ പകുതി കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇതിപ്പോൾ മൊത്തം ആരോപണം വന്നിരിക്കുകയാണ്. അത്യാവശ്യം ഉള്ള നടന്മാരെല്ലാം ആരോപണത്തിന് നിഴലിലേക്ക് വന്നിട്ടുണ്ട്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഇപ്പം എത്രയോ ആൾക്കാർ, പ്രവാസികളായിട്ടുള്ള ആൾക്കാർ സിനിമ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു സംവിധായകൻ പറ്റിച്ചുകൊണ്ട് പോയിട്ട് കുറെ പൈസ ഇറക്കും. ഈ സംവിധായകൻ കുറെ പുതുമ നടിമാരെയൊക്കെ കൊണ്ടുവരും. ഇവർ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് കൂടി അറിയേണ്ടതായിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ കമ്പനിയുടെ കീഴിലൊന്നും ഇങ്ങനെ നടക്കുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഈ 2ാം നിരയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ 3ാം നിരയിൽ നിൽക്കുന്ന ലോക്കലായിട്ട് കുറെ ആൾക്കാർ തട്ടിക്കൂട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ആയിട്ട് വരും. അതിൽ തട്ടിക്കൂട്ടി ഒരു സിനിമ ഉണ്ടാക്കും. അതിലേക്ക് കുറെ പുതുമുഖ നായികമാരെയൊക്കെ കൊണ്ടുവരും. ഇവരെയൊക്കെ മാക്സിമം യൂസ് ചെയ്യുന്നു എന്നുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടണം. ഇതിനകത്ത് വളരെ ഗുരുതരമായിട്ട് രീതിയിലുള്ള പല തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പം ടി വിയിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആരോപണം ഉന്നയിക്കാൻ നേരത്ത് അതിന് പ്രോപ്പറായിട്ട് ആരാണ് എന്താണെന്ന് പറയണം. അതല്ലാതെ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ ലഹരി ഉപയോഗം സിനിമയിലുണ്ട് എന്ന് കുറെ കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലഹരി ഉപയോഗത്തിനെതിരെ സംസ്ഥാന സർക്കാർ നിലപാടെടുത്തിട്ടുണ്ട്. പലപ്പോഴും പറയാറുണ്ട് ലഹരി ഉപയോഗത്തിനെതിരെ നമ്മൾ നിലകൊള്ളും എന്ന് പറയുന്നവർ തന്നെ ഈ ലഹരി ഉപയോഗം ആരാണ് ഉപയോഗിക്കുന്നത് എന്ന് പോലും റിപ്പോർട്ടിൽ പറയുന്നില്ല. അതിന് ഈ മറച്ചു വെക്കുന്നതിനാണ്. ഈ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തുന്ന സൂപ്പർ സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ പേര് പുറത്തുവിട്, അയാൾക്കെതിരെ നടപടിയെടുക്ക്. ഈ ലഹരി ഉപയോഗിക്കുന്ന സൂപ്പർ സ്റ്റാറുകളുണ്ടോ? അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ഇത് എങ്ങനെ എത്തുന്നു, ഏത് വഴി എത്തുന്നു? സിനിമാ മേഖലയിലായിട്ട് മുകളിൽ നിന്ന് പൊട്ടി വീഴുന്നതല്ലോ, നമ്മുടെ റോഡിൽ കൂടെ തന്നെ അല്ലേ ഇതിനകത്തേക്ക് എത്തുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ വാങ്ങി വിൽപ്പന നടത്തിയല്ലേ എത്തുന്നത്. ഇപ്പൊ എക്സൈസ് പോലുള്ള സംവിധാനങ്ങളൊക്കെ എന്താണ് എടുക്കുന്നത്? ഇപ്പം സിനിമാ മേഖലയിൽ ഇങ്ങനെ ഒരു ലഹരി കച്ചവടം ഉണ്ട്, ലഹരി ഉപയോഗിച്ചാണ് ആൾക്കാർ വരുന്നതെങ്കിൽ പുഷ്പം പോലെ സർക്കാരിനൊക്കെ കണ്ടുപിടിച്ച് അകത്തിടാനുള്ള കാര്യമല്ലേ ഉള്ളൂ ഇവരെയൊക്കെ. അപ്പൊ ഇതൊന്നും ചെയ്യാതെ ഈ കാടടിച്ച് വെടിവെക്കുന്ന പോലെ സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ഈ സിനിമാ മേഖലയിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ പഠിച്ചു റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ടിൽ തലയും വാലും ഇല്ലാത്ത കുറെ ആരോപണങ്ങൾ കൊടുക്കുന്നു. അതെടുത്ത് മീഡിയക്കാരെടുത്ത് പബ്ലിഷ് ചെയ്യുന്നു. ലഹരി എന്ന് പറയുന്നു, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പറയുന്നു, സ്ത്രീകൾക്ക് അവസരത്തിന് വേണ്ടി ഈ സിനിമാ മേഖലയിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആണ് ഇതിന്റെ തലവൻ എന്നുള്ള രീതിയിലേക്ക് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ കുറെ തമ്മിൽ കൊടുത്ത് വിടുന്നു എന്നുള്ളതല്ലാതെ പ്രോപ്പറായിട്ട് ഇതാരാണ് എന്താണെന്ന് പറയുന്ന രീതിയിലേക്കൊന്നും എത്തുന്നില്ല. അങ്ങനെ പറയാതെ സർക്കാർ ഇതൊക്കെ ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യം എന്താണ്? അങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ നേരത്തെ ചിലതൊക്കെ നമുക്ക് സംശയം തോന്നും. എന്തിനു വേണ്ടിയാണ് സ്ത്രീ സുരക്ഷയെ പറ്റി പറയുന്നത് സർക്കാർ ഇത് ഒളിച്ചു വെക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ലഹരിക്കെതിരെ നിലപാടെടുക്കുന്ന സർക്കാർ ഇത് ഒളിപ്പിച്ചു വെക്കുന്നത്? 5 വർഷം ഒളിപ്പിച്ചു വെച്ചു, ഇപ്പോഴാണ് പുറത്തു വിടുന്നത്. അപ്പൊ ഇതുപോലെ ചില ഇരട്ടത്താപ്പ് കലാപരിപാടിയൊക്കെ ഇതിനകത്ത് കാണുന്നുള്ളത് കൊണ്ടും വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് നേരെ ഒരു ആരോപണം തള്ളിവിടാതെ കൃത്യമായി ആരാണ്
പ്രശ്നക്കാരൻ എന്ന് ഗവൺമെന്റ് ആണ് പറയേണ്ടത്. സർക്കാരിന്റെ ഞങ്ങളുടെയൊക്കെ പണം കൊടുത്തിട്ടല്ലേ ഈ കമ്മീഷനെ വെച്ചത്. അപ്പൊ അറിയേണ്ട ഉത്തരവാദിത്വം നമുക്കും ഉണ്ട്. വെറുതെ ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കാതെ ആരാണ് തെറ്റുകാരൻ എന്നുള്ളത് പറയണം. പ്രമുഖ നടൻ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കാടടച്ച് വെടിവെക്കാൻ നിൽക്കുന്നു.